എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ചൂട തേങ്ങ അരച്ച് കറി വെക്കുകയാണ്. അതിനായിട്ട് ചൂട നന്നാക്കി കഴുകി വൃത്തിയാക്കിയതാണ്. ഇത് നമുക്ക് തേങ്ങ അരച്ചിട്ട് കറി വെക്കാം. അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, തക്കാളി അരച്ച് ചേർക്കാം. ഇഞ്ചി, പച്ചമുളക്, തക്കാളി അരച്ച് ചേർത്തു. ഇനി അതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി നമുക്കതിലേക്ക് പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് ഒരു മുറി തേങ്ങ, കുറച്ച് ചെറിയ ഉള്ളി, അത് നന്നായിട്ട് അരയ്ക്കാം. തേങ്ങ അരച്ചതും കൂടെ ചേർത്തിട്ടാണ് വേവിക്കുന്നത്. ഇത് തക്കാളി, പച്ചമുളക്, ഇഞ്ചി, മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ആദ്യം വേവിച്ചിട്ട് അങ്ങനെയും ചെയ്യുക. ആ സമയത്ത് അതിലേക്ക് ഈ ചൂട ഇട്ട് കൊടുത്തിട്ട് തേങ്ങ പെട്ടെന്ന് അരച്ച് അതിലേക്ക് ചേർത്തിട്ട് അങ്ങനെ. ഇത് വേവില്ലാത്ത മീനായത് കൊണ്ടാണ് ഞാൻ പൊതുവെ ഇങ്ങനെ തന്നെയാണ് വെക്കുക. നല്ല ടേസ്റ്റാണ്. ഇത് നമുക്ക് വേവിക്കാം. അടുപ്പത്തേക്ക് വെച്ചു. ഇനി ഒന്ന് തിളച്ച് വരട്ടെ. നമ്മളെ കറി റെഡിയായി. ഇത് എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം. ഇനി വേണമെങ്കിൽ ഈ മീനെടുത്തിട്ട് ആദ്യം കുറച്ച് മുളക് പൊടിയിൽ തിരുമ്പി വെക്കാം. അങ്ങനെയും ചെയ്യാം. അപ്പോൾ എരിവ് കുറവായത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇതേപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കാം. കാണുമ്പം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.